Hello children. Today let us do the lesson magnetic effects of electric current. So magnet is something which you have already learnt in 6th standard. alle? So for this lesson also let us begin with a basic information about magnets. ഇപ്പോൾ മാഗ്നറ്റ്സിനെ പറ്റി പറയുമ്പം ഫസ്റ്റ് ലെറ്റ് us talk about the different varieties of magnets that you have seen. You must have seen the bar magnet or you must have seen the horseshoe magnet. There are also ring magnets, there are cylindrical magnets, so many different types of magnets അല്ലേ. അപ്പോൾ ഈ മാഗ്നറ്റ് വന്ന് ചില സബ്സ്റ്റൻസസിനെ അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ഇഫ് യു ബ്രിങ് സം സബ്സ്റ്റൻസസ് ലൈക്ക് അയൺ കൊബാൾട്ട് ഓർ നിക്കൽ അവരൊക്കെ ഈ മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ദേ വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ മാഗ്നറ്റ് അല്ലേ. അപ്പോൾ ഈ ദർ ഇസ് എ ഏരിയ അറൗണ്ട് ദിസ് മാഗ്നറ്റ് വേർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദാറ്റ് മാഗ്നറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ആ ഏരിയനെ പറയുക മാഗ്നറ്റിക് ഫീൽഡ്. ദ റീജിയൻ സറൗണ്ടിങ് എ മാഗ്നറ്റ് ഇൻ വിച്ച് ദ ഫോഴ്സ് ഓഫ് ദ മാഗ്നറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഈസ് സെഡ് ടു ബി ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ നിങ്ങൾ ഏത് സബ്സ്റ്റൻസ് കൊണ്ടുവന്നാലും ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല. All metals are also not influenced by the magnetic field. Some metals like your iron and then cobalt and nickel are those which gets attracted to the magnet. ഇനി മാഗ്നറ്റിനെ പറ്റിയിട്ട് പറയുമ്പം we all know that it has two poles, right? A north pole is there and you also have the south pole. ദീസ് ടു പോൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ്. അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ ഈ മാഗ്നറ്റിനെ പൊട്ടിച്ച് കഷ്ണാക്കിയാലും ഇറ്റ് വിൽ എൻഡ് അപ്പ് ഹാവിങ് എ നോർത്ത് പോൾ ആൻഡ് എ സൗത്ത് പോൾ. ഈ നോർത്ത് പോൾ സൗത്ത് പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. പൊട്ടിയ കഷ്ണങ്ങളിലും ഒരു സൈഡ് വിൽ ബി ആക്ടിങ് ആസ് എ നോർത്ത് പോൾ ആൻഡ് അതർ സൈഡ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് ദ സൗത്ത് പോൾ. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ് യു ഹാവ് സ്റ്റഡീഡ്. And we have also studied that like poles of a magnet repel each other and unlike poles attract each other. That is, north and south attract and north repels, same way south also repels. ഇനി അടുത്ത കാര്യം, ഒരു മാഗ്നറ്റിനെ നിങ്ങൾ ഫ്രീലി സസ്പെൻഡ് ചെയ്താലോ, ഒരു മാഗ്നറ്റിന് ഇങ്ങനെ തൂക്കി ഇടാനെങ്കിൽ ഒരു കയറിൽ കെട്ടി ഇങ്ങനെ തൂക്കി വെക്കാനെങ്കിൽ എന്താ സംഭവം, ദാറ്റ് മാഗ്നറ്റ് വിൽ അറേഞ്ച് ഇറ്റ് സെൽഫ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതൊരു പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ആണ്. അതെങ്ങനെ നിങ്ങൾ ചിറ്റി വലിച്ച് വെച്ചാലും ഫൈനലി ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ പോയിൻറ്റിങ് ടുവേർഡ്സ് ദ നോർത്ത് ആൻഡ് സൗത്ത്. So that is one more characteristic of a magnet. So that property of the magnet is used to make the magnetic compass. അപ്പോൾ ഇതൊരു magnetic compass ആണ്. And this shape that you can see is the suspended magnet. ആ magnet is free to rotate around that dial. Okay. അപ്പോൾ നിങ്ങൾ ഈ കമ്പസിന് എവിടെയും വെക്കുകയാണെങ്കിൽ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ മാഗ്നറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിനെ കൊണ്ടാണ് ഈ മാഗ്നറ്റ് വിൽ ഓൾവേസ് സെറ്റിൽ ഇൻ എ പോയിൻറ്റിങ് ടുവേർഡ്സ് ദ നോർത്ത്. കമ്പസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ കാണാനൊക്കെയാണ്. ബട്ട് ദെൻ ഫോർ ലബോറട്ടറി പർപ്പസസ് വി യൂസ് സിമ്പിൾ മാഗ്നറ്റിക് കോmpass which looks like this. ഓക്കെ, ഈ കമ്പസ് യൂസ് ചെയ്യുന്നത് എന്താ, എവിടെയെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ ഡിറ്റക്റ്റ് ചെയ്യാൻ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഈ കമ്പസിൻ്റെ മുന്നിലൊരു മാഗ്നറ്റിനെ കൊണ്ടുവരാനെങ്കിൽ ദർ വിൽ ബി ഡിഫ്ലക്ഷൻ ഇൻ ദ നീഡിൽ. യു ക്യാൻ സീ ദ നീഡിൽ ഡിഫ്ലക്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യും. എന്നിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണെന്നും കാണിക്കും. അത് നമ്മൾ ലേറ്റർ ഇൻ ദിസ് ലെസൺ വി വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ മാഗ്നറ്റിക് കമ്പാസാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും യു ഹാവ് an ഏരിയ. ഓൺ ദാറ്റ് ഏരിയ യു ക്യാൻ ഹാവ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മാഗ്നറ്റ്. ഓക്കെ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവാം, ഇല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആവാം, എന്തുമാവാം. അപ്പോൾ നമ്മളിതിൽ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയിട്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യാം, അതിനു വേണ്ടിയിട്ട് ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ആ മാഗ്നറ്റിൻ്റെ മേലെ കുറേ അയൺ ഫൈലിങ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ അയൺ ഫൈലിങ്സ് ഇന്ന് ബ്ലാക്ക് കളർ പൊടിയാവും. അപ്പോൾ ഇങ്ങനെ അയൺ ഫൈലിങ്സ് ഇട്ട് കൊടുക്കുമ്പം നമ്മൾ അതെന്തിനാ ചെയ്യുന്നത്, ഈ അയൺ ഫൈലിങ്സ് ഒക്കെ ഈ ഇൻഫ്ലുവൻസിൽ വരും, മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസിൽ വരും. ആൻഡ് ദേ വിൽ അറേഞ്ച് ദംസെൽഫ് ഇൻ എ കൈൻഡ് ഓഫ് എ പാറ്റേൺ. അപ്പോൾ നമുക്ക് ആ പാറ്റേൺ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പാറ്റേൺ എങ്ങനെ ആയിരിക്കും. അപ്പോൾ ആക്ച്വലി എങ്ങനെയാണ് അത് കാണാം. സോ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കണേ, ഒരു മാഗ്നറ്റിൻ്റെ മേലെ ഇങ്ങനെ അയണിൻ്റെ പൊടി ഇട്ട് കൊടുത്തപ്പം ഇത് അയൺ ഫൈലിങ്സ് ടുക്ക് അപ്പ് എ ഷേപ്പ്. ഇഫ് യു കെയർഫുള്ളി ലുക്ക് അറ്റ് വാട്ട് ദിസ് ഫിഗർ, വാട്ട് ഡു യു സീ, ഇതിപ്പോൾ ഒരു മാഗ്നറ്റ് ആണെങ്കിൽ ദർ ഈസ് എ നോർത്ത് പോൾ ടു ഇറ്റ് ആൻഡ് എ സൗത്ത് പോൾ ടു ഇറ്റ് അല്ലേ.
ഇനി ഈ മാഗ്നറ്റിൻ്റെ ഈ കോർണറിൽ നമ്മൾ കാണുന്നത് കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് ദ അയൺ ഫൈലിങ്സ് ക്യാൻ ബി സീൻ അല്ലേ, ഈ പോൾസിലും നോർത്ത് പോളിലും സൗത്ത് പോളിലാണ് കൂടുതൽ കാണുന്നത്. എന്നിട്ട് ദർ ഇസ് എ പാറ്റേൺ ലൈക്ക് ദിസ് ഫ്രം വൺ സൈഡ് ടു ദ അതർ ഇറ്റ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ ഈ അയൺ ഫൈലിങ്സ് ഇട്ടിട്ട് നമ്മളിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഒരു അയൺ ഫൈലിംഗ് ഇല്ലാതെ നമ്മൾ ഒരു കമ്പാസ് വെച്ചിട്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കാണാൻ പറ്റും. അതെങ്ങനെയാണ്? അതുപോലെ അത് കാണുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ ഡയറക്ഷനും കാണാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ, ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഫസ്റ്റ് അതിൻ്റെ നോർത്ത് പോളിൻ്റെ അവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു മാഗ്നറ്റിക് കമ്പാസ് വെക്കുന്നു. ആ മാഗ്നറ്റിക് കമ്പാസ് വന്ന് ആ മാഗ്നറ്റിൻ്റെ ഇൻഫ്ലുവൻസിനോട് അതൊരു ഡയറക്ഷനിൽ സെറ്റ് ആവും. അപ്പോൾ ഒരു നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അത് സെറ്റ് ആവുക. അപ്പോൾ ഇഫ് യു ടേക്ക് ദ നോർത്ത് ഡയറക്ഷൻ ആൻഡ് യു ടേക്ക് എ പോയിന്റ് ദെൻ, ഇനി നിങ്ങൾ ആ മാഗ്നറ്റിക് കമ്പാസിനെ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. അതിൻ്റെ സൗത്ത് വന്ന് ഇവിടെ ടച്ച് ചെയ്യുന്ന മാതിരി. Then you see where the north goes, and where the north goes you take a point there. Then again you take this compass and keep it here such that ആ സൗത്ത് ആണ് ടച്ച് ചെയ്യുന്നത്. പിന്നെ ആ നോർത്ത് എവിടേക്കാണ് പോകുന്നത്. അങ്ങനെ ആ കമ്പസിനെ കീപ്പ് ചെയ്തിട്ട് യു ക്യാൻ ഗെറ്റ് വൺ ഫീൽഡ് ഓഫ് ലൈൻ. Okay, so with the help of a magnetic compass we can make a magnetic field line like this. Okay, അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവണം, ഈ കമ്പസ് വെച്ചതുകൊണ്ട് the magnetic field lines always move from the north to the south direction. This is an information for us. It's a property of a magnetic field line. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവണം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഓൾവേസ് മൂവ്സ് ഫ്രം ദ നോർത്ത് ടു ദ സൗത്ത്. But then inside the magnet it moves from the south to the north. This you have to remember. Outside the magnet, the magnetic field line direction is shown from north to south, but inside the magnet it is shown from south to north. നിങ്ങൾ ഈ താഴെ പോകുന്ന ലൈൻ നോക്കിയാലും it will move from north to south, but then inside it will be south to north like this. Okay, അപ്പോൾ ദിസ് ഈസ് ഹൗ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ ബി മെയ്ഡ്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ കിട്ടിയിട്ട് അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേ മൂവ് ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ, അത് മനസ്സിലായി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫീൽഡ് ലൈൻസ് വന്ന് ഈ പോൾസിൻ്റെ ഭാഗത്തിലാണ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. സോ ദ മാഗ്നറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പവർ അതിൻ്റെ പോൾസിൻ്റെ അടുത്തായിരിക്കും. പിന്നെ ഈ ഫീൽഡ് ലൈൻസ് വന്ന് ഇവിടെ നോക്കുമ്പം ഇങ്ങനെ വിട്ട് വിട്ട് പാരലായിട്ട് കാണപ്പെടുന്നു. ആൻഡ് ദേ ആർ നെവർ ഇൻ്റർസെക്റ്റിംഗ് ഈച്ച് അതർ. ഓക്കെ, അതൊരു പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് പ്രൂവും ചെയ്യാൻ പറ്റും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വിൽ നെവർ ഇൻ്റർസെക്റ്റ്. അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാം? ജസ്റ്റ് ഇമാജിൻ ഇഫ് ദേ ആർ ഇൻ്റർസെക്റ്റിംഗ്. അപ്പോൾ ഈ പോയിന്റിൽ അവർ ഇൻ്റർസെക്റ്റ് ആവണമെന്ന് വിചാരിച്ചോളി. അപ്പോൾ ഇഫ് യു കീപ്പ് എ മാഗ്നറ്റിക് കമ്പസ് ദെൻ ദ ടു ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. നോ, അപ്പോൾ കമ്പസിന് അറ്റ് എ ടൈം ടു ഡയറക്ഷൻസ് കാണിക്കാൻ പറ്റൂലല്ലോ. ഇറ്റ് വിൽ ബി ഏബിൾ ടു ഷോ ഓൺലി വൺ ഡയറക്ഷൻ. അപ്പോൾ വിത്ത് ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടു ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ നെവർ ഇൻ്റർസെക്റ്റ് വിത്ത് ഈച്ച് അതർ. Okay, so this is how a magnetic field lines look. All the lines move from the north pole to the south pole, up also down also, and in the ends you can see the concentration of the magnetic field is much stronger, and you also see that no two lines ever intersect each other. So let us summarize all the properties pointwise. You can also take it down as notes. Characteristics of magnetic field lines you can take as: magnetic field lines appear to emerge or start from the north pole and merge or terminate at the south pole. Inside the magnet, the direction of the magnetic field lines is from the south pole to the north pole. Magnetic field lines never intersect with each other. Magnetic field lines form a closed loop. Field lines have both direction and magnitude. അല്ലേ, ഒരു ഫീൽഡ് ലൈന് ഡയറക്ഷൻ ഉണ്ടല്ലോ, നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് മീൻസ് ഒരു വാല്യൂ ഉണ്ട്. ഓരോ മാഗ്നറ്റിന് വേറെ വേറെ പവേഴ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ മാഗ്നറ്റിക് ഫീൽഡ് ലൈന് അതിൻ്റെ വാല്യൂ ഉണ്ട്. ദാറ്റ് യു വിൽ ലേൺ ഇൻ ഹയർ ക്ലാസ്സസ്. The magnetic field is stronger at the poles because the field lines are denser near the poles. അപ്പോൾ this children you are all often asked, write down the characteristics of magnetic field lines. അപ്പോൾ ഇത്ര പോയിന്റ്സ് എഴുതിയാൽ മതിയാവും. ഇനി ഒരു ഫേമസ് സയൻറ്റിസ്റ്റ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ്, what he did was accidentally he came to see that ഒരു കമ്പസ് ഗെറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് വെൻ ഇലക്ട്രിക് കറണ്ട് പാസസ് നിയർ ഇറ്റ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കും അല്ലേ. ഒരു ബാറ്ററിയും ഒരു വയർ പാസ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളൊരു കമ്പസ് വെച്ചാൽ മാഗ്നറ്റിക് നീഡിൽ ഗെറ്റ്സ് ഡിഫ്ലെക്റ്റഡ്.
ഓക്കെ, ദ നീഡിൽ ഓഫ് ദ കമ്പസ് ഗെറ്റ്സ് ഡിഫ്ലെക്റ്റഡ് മീൻസ് ആ ഡിഫ്ലെക്ഷൻ കാണിക്കും, ഒരു ഇളക്കം കാണിക്കും. അപ്പോൾ ആ വെറുതെ നിൽക്കുന്ന കമ്പസ് ഇളകൂലല്ലോ. പക്ഷേ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു വയർ അതിൻ്റെ മുന്നിൽ കൂടി വെച്ചപ്പം ആ കമ്പസ് ഇളകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഹി മസ്റ്റ് ഹവ് സ്റ്റഡീഡ് ദാറ്റ് കറണ്ട് ഓൺ ഓഫ് ആക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ കറണ്ട് ഓഫ് ആയ സ്ഥലത്ത് വെറും ഒരു വയർ വെച്ചാൽ ഡിഫ്ലക്ഷൻ കാണുന്നുണ്ടോ? അല്ല, ആ നീഡിൽ ഇളകുന്നില്ല. പക്ഷെ ആ വയർ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്ന അവസ്ഥയിൽ ഡിഫ്ലക്ഷൻ കാണുന്നുണ്ടോ? യെസ്, ഇറ്റ് ഈസ് ഷോയിങ് ഡിഫ്ലക്ഷൻ. അപ്പോൾ മൂപ്പർ കൺക്ലൂഡ് ചെയ്തത് എന്താ? അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് വയർ വന്ന് എന്തോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ആ കോമ്പസിനെ ഡിഫ്ലെക്റ്റ് ചെയ്യാൻ കാരണം. Okay, so that is where the concept of magnetic effect of electric current was studied upon. Okay, അപ്പോൾ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ് പഠിച്ച പോലെ തന്നെ മാഗ്നറ്റിക് എഫക്റ്റും ഉണ്ട്. ഇലക്ട്രിക് കറണ്ട് ഒരു വയർ കൂടി പാസ് ആവണമെങ്കിൽ ഇറ്റ് ഈസ് മേക്കിംഗ് എ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഓക്കെ, ഇത് പഠിച്ചത് ഫസ്റ്റ് ഓർസ്റ്റഡ് ആണ്. ആൻഡ് ദിസ് ഫിനോമിനൻ വാസ് ലേറ്റർ അപ്ലൈഡ് ഇൻ സോ മെനി ഇൻവെൻഷൻസ് ലൈക്ക് യുവർ റേഡിയോ, ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. ഇനി റൈസ് ചെയ്തത് അടുത്ത ചോദ്യം. ഇന്നത്തെ ചോദ്യം എന്താണ്? ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡായിട്ട് എന്തെങ്കിലും സംബന്ധം ഉണ്ടോ? ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറോ ഇല്ലേ? അതൊക്കെ നോക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഇത്. അപ്പോൾ ഈ ഫിഗർ എയിൽ നമുക്ക് എന്താ കാണുക? ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഏത് സൈഡിലാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ്. കറണ്ട് ഇതിൽ കൂടി പോയി ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിൽ വെച്ചപ്പം ഫസ്റ്റ് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവും. സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ കോമ്പസിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ കമ്പസിന് എപ്പോഴും പ്ലേസ് ചെയ്യുക എങ്ങനെയാണ്? ഈ വയറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ആ വയറിൻ്റെ ഡയറക്ഷനിൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ റെസ്റ്റ് ആവുന്ന മാതിരി. ഓക്കെ, ആ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആ വയറിൻ്റെ ഡയറക്ഷനിൽ റെസ്റ്റ് ആവുന്ന മാതിരി വെച്ച് കൊടുക്കും. പിന്നെ കറണ്ടിനെ ഫ്ലോ ചെയ്തപ്പം ആ നീഡിൽ വന്ന് മൂവ് ആവും. ഓക്കെ, ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ ഈസ്റ്റ് സൈഡ്. ഇൻ ദിസ് കേസ് ആ നീഡിൽ വന്ന് ഡിഫ്ലക്ഷൻ ഈസ്റ്റ് സൈഡിലേക്കാണ് കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ദ ഫിഗർ ഇസ് ഷോയിങ് ഹിയർ. സി, ഈസ്റ്റ് സൈഡ് ദേ ആർ ഷോയിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ ഈസ്റ്റിലേക്കാണ് കാണുന്നത്. ഓക്കെ, അത് എപ്പോഴായിരുന്നു? ആ ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഈ ഡയറക്ഷനിൽ വരുമ്പം യു ഹാഡ് ദ ഡിഫ്ലക്ഷൻ ടുവേർഡ്സ് ദ ഈസ്റ്റ്. ഇനി നെക്സ്റ്റ് ഫിഗറിൽ അവർ എന്താ ചെയ്തത്? ഈ ബാറ്ററീൻ്റെ സെറ്റപ്പ് ചേഞ്ച് ചെയ്തു. ഇനി ഫ്ലോ ഓഫ് കറണ്ട് ഏത് ഡയറക്ഷനിലാണ്? ഫ്ലോ ഓഫ് കറണ്ട് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ കണ്ടത് എന്താ? ഈ മാഗ്നറ്റിൻ്റെ ഡിഫ്ലക്ഷൻ ടുവേർഡ്സ് ദ വെസ്റ്റ് സൈഡ്. അപ്പോൾ ഇതിലൊരു എന്തോ ബന്ധമുണ്ട് അല്ലേ? ഈ ഡയറക്ഷൻ ഓഫ് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ് ആ കോമ്പസിനെ പുഷ് ചെയ്യുന്നതും എന്തോ അതിലൊരു കണക്ഷൻ ഉണ്ട്. അതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ഇനിയൊരു കാര്യം, ഈ വയർ ക്യാരിയിങ് കറണ്ട് ഇഫ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ മാഗ്നറ്റിക് ഫീൽഡ് then definitely there is going to be magnetic field lines, no, like how we had in case of a magnet. അപ്പോൾ നെക്സ്റ്റ് സയൻറ്റിസ്റ്റ് പഠിച്ചത് എന്താ? ഒരു വയർ, സ്ട്രേറ്റ് വയർ കൂടി കറണ്ട് പോകുമ്പം ആ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത സെറ്റപ്പാണ് ഇങ്ങനെ. അപ്പോൾ അവരെന്താ ചെയ്ത്, ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ഹോൾ ചെയ്തിട്ട് അതിൽ കൂടിയാണ് വയർ പാസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ കൂടി വയർ പാസ് ചെയ്തിട്ട് പിന്നെ കണക്ഷനൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഈ കാർഡ്ബോർഡ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വയർ ഇങ്ങനെ മേലെ കൂടി പാസ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സിറ്റുവേഷനിൽ അവർ കണ്ടത് എന്താ? ഫസ്റ്റ് ഈ കമ്പസ് ഒക്കെ വെച്ചിട്ട് ഡിഫ്ലക്ഷൻ കമ്പസ്, നേരത്തെ നമ്മൾ മാഗ്നറ്റിന് കമ്പസ് വെച്ചിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ കാണേണ്ട മാതിരി ആ കമ്പസിനെ വെച്ചിട്ട് ഡയറക്ഷൻ കാണുമ്പം കണ്ടത് എന്താ? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വന്ന് ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ ആയിട്ടുണ്ട്. ദേ ആർ നോട്ട് ഇൻറ്റർസെക്റ്റിംഗ് ഈച്ച് അതർ. കോൺസെൻട്രിക് സർക്കിളിൻ്റെ പോലെയാണ് ഈ ഫീൽഡ് ലൈൻസ് കാണുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കുറച്ച് അയൺ ഫൈലിങ്സ് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താലോ? അപ്പോൾ അതിങ്ങനെ കാണുന്നുണ്ട് അല്ലേ? ഇത് അയൺ ഫൈലിങ്സ് ഇട്ടിട്ടുള്ള പിക്ചറാണ്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് ആ കോൺസെൻട്രിക് സർക്കിൾസ് കാണാം. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റുമാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും ആ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അതും ഒരു റിലേഷൻഷിപ്പിൽ വി ക്യാൻ എക്സ്പ്ലെയിൻ, ആൻഡ് ദാറ്റ് വാസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ.
അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഈ ബ്ലൂ കളർ കാണുന്നത് ആ കറണ്ട് ക്യാരിങ് വയറാണ്. ആ വയറിനെ ഇഫ് യു ആർ ഗോയിങ് ടു ഹോൾഡ് ഇറ്റ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ്, ഓക്കെ, ഇപ്പോൾ ഇതിൽ റൈറ്റ് ഹാൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡോട് ചെയ്താൽ ഈ റൂൾ ഫോളോ ശരിയാവില്ല. റൈറ്റ് ഹാൻഡിനോട് ഇഫ് യു ആർ ഗോയിങ് ടു ഹോൾഡ് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് യുവർ തമ്പ് ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അപ്പോൾ ഈ കേസിൽ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇങ്ങനെയാണ്. സോ യുവർ തംബ്സ് അപ്പ് ഓൺ ദാറ്റ് ഡയറക്ഷൻ ഓഫ് ദ കറണ്ടിലാണ് തമ്പ് ഉള്ളത്. അപ്പം ഈ റിമൈനിങ് ഫിംഗേഴ്സ് ഷോ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ദിസ് ഈസ് ദ റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറണ്ട് ഈ സൈഡിൽ ഫ്ലോ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദേ ആർ ഷോയിങ്. ഈ മേലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവുക. ഇനി ജസ്റ്റ് ഇമാജിൻ ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ഡൗൺവേർഡ്സ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ തമ്പ് ഫിംഗർ ഹാസ് ടു കം ഡൗൺവേർഡ്സ്. സോ ഹൗ ഇറ്റ് വിൽ ലുക്ക്? See in this picture you can clearly see ഡയറക്ഷനിൽ മാറ്റം വരുന്നുണ്ട്. ഈ കേസിൽ thumb is in this direction, so the remaining fingers ഈ ഡയറക്ഷനിലാണ് പോണത്. So you have a direction change. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ചേഞ്ചസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്. ഇനിയൊരു കാര്യം പഠിച്ചത് എന്താണ്? ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ അടുത്ത് വെക്കുന്ന സാധനത്തിനാണ് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ഇഫ് യു ആർ ടേക്കിംഗ് ദാറ്റ് സബ്സ്റ്റൻസ് അവേ ഫ്രം ദാറ്റ് ഫാർ അവേ, സോ ഡിസ്റ്റൻസ് മാറ്റേഴ്സ്. ഓക്കെ, ഈ വയറിൻ്റെ എത്ര അടുത്താണ് നിങ്ങൾ ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് യു ആർ കീപ്പിംഗ്, ദെൻ ഓൺലി യു വിൽ സീ ദ ഡിഫ്ലെക്ഷൻ. What is meant here is if you have a wire like this through which current is flowing and you are keeping your magnetic compass here, then no deflection will be seen. But if you are keeping your compass closer, you can see the deflection. Okay, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ കണ്ടക്ടറിൻ്റെ അടുത്താണ് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക, ദൂരേക്ക് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പവർ കുറയുന്നുണ്ട്. So how can we summarize that point? The magnetic field produced by a given current in the conductor decreases as the distance from it increases. ഇനിയൊരു കാര്യം കണ്ടത് വെച്ചാൽ കറണ്ടിൻ്റെ ഫ്ലോ, കൂടുതൽ കറണ്ട് കൊടുത്താൽ കൂടുതൽ മാഗ്നറ്റിക് പവർ ഉണ്ടാവുക. അത് നമുക്ക് എങ്ങനെ അറിയാം? ആ കമ്പസ് വന്ന് കൂടുതൽ ഡിഫ്ലെക്റ്റ് ആവും. ഓക്കെ, കൂടുതൽ ദൂരത്തേക്ക് ഡിഫ്ലെക്റ്റ് ആവും. അപ്പോൾ കൂടുതൽ മാഗ്നറ്റിക് പവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വാട്ട് വി ക്യാൻ സമ്മറൈസ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറ്റ് എ ഗിവൻ പോയിന്റ് ഇൻക്രീസസ് ആസ് ദ കറണ്ട് ത്രൂ ദ വയർ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ കറണ്ട് കൂടുതലാണെങ്കിൽ ആ മാഗ്നറ്റിക് പവറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ആവും. പിന്നെ ആ സാധനത്തിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ മാഗ്നറ്റിക് പവർ കുറയും. So this was what you had to know about magnetic field lines and current carrying conductor that produces a magnetic field around it. Remaining we will see in the next video. Okay children, bye.